ഹലോ ഹായ് ഒരുവൺ എല്ലാവർക്കും ഗെയ്സറിപ്പിയൊക്കെയാണ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളാർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ RRB NTPC നോട്ടിഫിക്കേഷൻസിനൊക്കെ അടുത്തിടെ എന്ത് ചെയ്തു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിനുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു എന്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനൊക്കെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനകത്ത് പോസ്റ്റുകൾ എങ്ങനെ വേണം കൊടുക്കുക, പ്രിഫറൻസ് എങ്ങനെ വേണം കൊടുക്കാനുള്ളത് അല്ലേ, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത് അല്ലേ, ഏതെല്ലാം ക്രൈറ്റീരിയ അത് നോക്കണം. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു നമുക്ക് മെസ്സേജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന എങ്ങനെയൊക്കെ ഈ പോസ്റ്റ് പ്രിഫറൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്. അപ്പം തുടങ്ങിയാലോ. ഓക്കെ, അപ്പം നമ്മൾ നോക്കി നമ്മുടെ RRBയിലേക്കുള്ള എന്താണ് നോട്ടിഫിക്കേഷനകത്ത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്. ഒന്ന് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 20 ഒക്ടോബർ 2025 അത് ഗ്രാജുവേറ്റ്സിന്. അണ്ടർ ഗ്രാജുവേറ്റ്സ് 21 സെപ്റ്റംബർ 2025 വരുന്ന എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ആയിട്ട് അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള തീയതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 21 ഒക്ടോബർ ഗ്രാജുവേറ്റിനും 28 ഒക്ടോബർ അണ്ടർ ഗ്രാജുവേറ്റിനുമായിരുന്നു. അവസാനം അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് 20 നവംബർ ആണ് ഗ്രാജുവേറ്റ്സിന്, 27 നവംബർ ആണ് അണ്ടർ ഗ്രാജുവേറ്റ്സ്. അതേപോലെ തന്നെ പേയ്മെന്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 22 നവംബർ ആണ് ഗ്രാജുവേറ്റ്സിന്, 29 ഡിസംബർ ആണ് അണ്ടർ ഗ്രാജുവേറ്റ്സിന്. ആപ്ലിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 23 നവംബർ തൊട്ട് 2 ഡിസംബർ വരെ ഗ്രാജുവേറ്റ്സിന് നൽകിയിട്ടുണ്ട്. 30 നവംബർ മുതൽ 9 ഡിസംബർ വരെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ സ്ക്രൈബാർഡ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ അണ്ടർ ഗ്രാജുവേറ്റ്സിന് അയക്കുന്ന അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിന് അയക്കുന്നവരെല്ലാം തന്നെ ഏറെക്കുറെ എല്ലാവരും അണ്ടർ ഗ്രാജുവേറ്റ്സിനും അയക്കാറുണ്ട് അല്ലേ. ഏറെക്കുറെ എല്ലാവരും തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഗ്രാജുവേറ്റിന് അയക്കുന്ന ഏറെക്കുറെ എല്ലാവരും തന്നെ എന്തിനും അയക്കും, അണ്ടർ ഗ്രാജുവേറ്റ്സിനും അയക്കാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ള വേക്കൻസിയും പോസ്റ്റും ഏതെല്ലാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിൽ 5810 വേക്കൻസികൾ കാണാം. അണ്ടർ ഗ്രാജുവേറ്റ്സ് ലെവലിൽ 3058 വേക്കൻസികളും, അങ്ങനെ മൊത്തത്തിൽ 88,068 വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതായത് 2024 അപേക്ഷിച്ച് 25 വേക്കൻസികളൊക്കെ എല്ലാം ചെറിയ ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം SSC ആയാലും PSC ആയാലും RRB ആയാലും ഒരു വർഷം കൂടി ഇന്നാലും അടുത്ത വർഷം കുറയും, അങ്ങനെ ഒരു പാറ്റേൺ ആണ് അല്ലേ പറയുന്ന. എല്ലാ വർഷവും ഒരേപോലെ തന്നെ വേക്കൻസികൾ പോകണമെന്നില്ല. RRBയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ വർഷങ്ങളോളം RRB വിളിക്കാതെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് വർഷങ്ങളായിട്ടാണ് RRB എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ഡേറ്റ് വെച്ച് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്ന് പോകുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവർ ഇറക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ 8868 വേക്കൻസികൾ ഈ പറയുന്ന 2 പോസ്റ്റുകളിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്കറിയാം 18 മുതൽ 30 സംതിങ് അടുപ്പിച്ചാണ് അതിന് പ്രായമായിട്ട് നൽകിയിട്ടുള്ളത്. പോസ്റ്റുകൾ ഏതെല്ലാം വേണമെങ്കിൽ അവിടെ കാണാം അല്ലേ. ഗുഡ്സ് ട്രെയിൻ മാനേജർ കാണാം, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കാണാം, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കാണാം, സ്റ്റേഷൻ മാസ്റ്റർ കാണാൻ സാധിക്കും, ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, ട്രാഫിക് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ വേക്കൻസികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മൊത്തത്തിൽ 5810 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാജുവേറ്റ്സ് ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ സൈഡിൽ തന്നെ ലെവലുകൾ കാണാൻ സാധിക്കും. അതായത് ഓരോ പോസ്റ്റുകളെ ലെവൽ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ലെവൽ 6 ലെവൽ 5 വരുന്നതാണ് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നിവ ലെവൽ 5 ട്രാഫിക് അസിസ്റ്റന്റ് ലെവൽ 4 എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ അയക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ പ്രിഫറൻസുകളും മറ്റു കാര്യങ്ങൾ വെക്കാൻ വേണ്ടി സാധിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അതിനെ പറ്റി പോസ്റ്റ് പ്രിഫറൻസ് വെക്കാം. അല്ലെങ്കിൽ എനിക്ക് ലെവലുകളെ നോക്കിയിട്ട് അല്ലെ ഹൈ ലെവൽ ലെവലുകൾ അപ്പോൾ ലെവൽ 6 മുകളിലാണ്, അതിന് തൊട്ട് ലെവൽ 5 തൊട്ട് ലെവൽ 4 വരുന്നത് അല്ലേ, ലെവൽ 4 വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെവലുകൾ അടിസ്ഥാനപ്പെടുത്തി വെക്കാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അല്ലേ, ഈ ലെവലും അതേപോലെ തന്നെ വേക്കൻസികളും കൂടെ കൺസിഡർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ,
ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലും വേക്കൻസികൾ ഒരുമിച്ച് നോക്കി നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഡിഫറൻസുകളൊക്കെ മറ്റും നോക്കി വെക്കുകയാണെങ്കിൽ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും കൊടുക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്തിനു കൊടുക്കാം, സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒന്ന് കൊടുക്കാം അല്ലെ. രണ്ടാമതായിട്ട് ഈ പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ കൊടുക്കാം അല്ലെ. മൂന്നാമതായിട്ട് ഗുഡ്സ് ട്രെയിൻ മാനേജറിന് കൊടുക്കാം, അല്ലെ. നല്ല പോസ്റ്റ് നല്ല വേക്കൻസികൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. നാലാമതായിട്ട് ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അഞ്ചാമതായിട്ട് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ആറാമതായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, ഇത്തരത്തിൽ ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പ്രിഫറൻസുകൾ എന്ത് നൽകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് അണ്ടർ ഗ്രാജുവേറ്റ്സ് നോക്കുകയാണെങ്കിൽ, അല്ലെ, അണ്ടർ ഗ്രാജുവേറ്റ്സ് നോക്കുകയാണെങ്കിൽ 18-33 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റി പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതും പറയുന്നത് ജനറൽ കാറ്റഗറി അടുപ്പിച്ച് വരുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറയുന്ന ഏജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. പോസ്റ്റ് നോക്കിയാൽ പ്രധാനമായിട്ടും 4 പോസ്റ്റുകൾ അല്ലെ, 4ഓളം പോസ്റ്റുകളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക്, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് അനുബന്ധമായിട്ടുള്ള വേക്കൻസികൾ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3058ഓളം വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ട് 2 ലെവലുകളാണ് കാണാൻ സാധിക്കുന്നത്. ലെവൽ 3 ഒന്ന് ലെവൽ 2 ആണ് അല്ലെ. ലെവൽ 3 ലെവൽ 2 ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ലെവൽ വെച്ച് അപേക്ഷിക്കാം, അല്ലെങ്കിൽ വേക്കൻസികൾ വെച്ച് അപേക്ഷിക്കാം അല്ലെ. എന്നാൽ രണ്ടുകൂടെ കൺസിഡർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയാൻ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കൊടുക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ത് ഒന്നാമത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് ഈ പറയുന്ന ലെവൽ 2 വരുന്ന അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് നൽകാം അല്ലെ. മൂന്നാമതായിട്ട് ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെ. നാലാമതായിട്ട് ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞ എന്ത് ഇങ്ങനെ നൽകാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇത് എന്താണ് ഒരു നല്ലൊരു മെത്തേഡായിട്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും പറയാറ്. ഓക്കെ, ഇത് നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയം എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു മെത്തേഡായിട്ട് നിങ്ങൾക്ക് എന്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ 3058ഓളം എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസികൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ RRBs, ഏതെല്ലാം RRBകളെ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അതിന് മറ്റൊരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കൺസിഡർ ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും. ചില ആളുകൾ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസികൾ നോക്കിയിട്ട്, ഓക്കെ, വേക്കൻസികൾ നോക്കിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യാണ് ജോലി നോക്കി പോകുന്നവർ കാണും. മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകളുണ്ട്, കുഴപ്പമില്ല, വേക്കൻസികളും അതേപോലെ തന്നെ കുറച്ച് അടുത്തുമായിട്ട് എന്ത് ചെയ്യുക കിടക്കുന്ന RRBs ഒക്കെ എന്ത് ചൂസ് ചെയ്തുകൊണ്ട് വെക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം പറഞ്ഞാൽ കൊൽക്കട്ടയിലൊക്കെ അല്ലേ. പക്ഷേ നമുക്ക് ഈ വട്ടം അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും കൊൽക്കട്ടയിലൊക്കെ അത്യാവശ്യം 685ഓളം വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ്, കൊൽക്കട്ടയിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കൊൽക്കട്ടയിൽ പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് പിൽക്കാലത്ത് അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന പോസ്റ്റുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന തിരുവനന്തപുരമോ ബാംഗ്ലൂരോ ചെന്നൈയോ ഒന്നും ചില ആരും വെക്കാറില്ല. ഈ പറയുന്ന വേക്കൻസികളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ആലോചിച്ച് നോക്കും, 10 പേര് ഇത്തരത്തിൽ അല്ലേ, 19 പേര് ആലോചിക്കുകയാണ് ഇവിടെ വേക്കൻസികൾ കുറവാണെന്ന് പറഞ്ഞ് വേക്കൻസി കൂടി സ്ഥലങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ ഈ ചിലപ്പോൾ നോക്കുക ഈ പറയുന്ന അടുത്തായിരിക്കും ചിലപ്പോൾ ആളുകൾ കിട്ടി എന്ത് ചെയ്യുന്ന ജോലിക്ക് കയറുന്നതെന്നുള്ളതാണ്. അപ്പം ഞങ്ങളങ്ങനെ വേക്കൻസികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്നത് കുറവാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, കൺസിഡർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ അടുത്തുള്ള RRBs എപ്പോഴും ചൂസ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, പിൽക്കാലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ കൊച്ചുങ്ങളൊന്നും പഠിക്കണമെന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഈ പറയുന്ന ചിലപ്പോൾ ആ കട്ട് ഓഫുകൾ അവിടെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി ഇരുത്തി പഠിക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അടുത്ത് കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 860ഓളം വേക്കൻസി ബിലാസ്പൂരിൽ, കൊൽക്കട്ടയിൽ 655, റാഞ്ചിൽ 651, മുംബൈയിൽ 596, മാൾഡയിൽ 522, സെക്കൻഡറാബാദിൽ 396, അങ്ങനെ ഭോപ്പാൽ, ഭുവനേശ്വർ, ചെന്നൈയിൽ 187, നമ്മുടെ തിരുവനന്തപുരം നമ്മൾ അടുത്തുള്ള RRBയാണ് 58 അല്ലേ ഉള്ളത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട് 32, പാട്ന 23, മുസാഫർപൂർ 21, സിലിഗുരി 21. അങ്ങനെ വേക്കൻസികൾ എണ്ണം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ പറയുന്ന റാഞ്ചിയിലുണ്ട്, അതേപോലെ തന്നെ മറ്റൊന്ന് മുംബൈയിലുണ്ട്, മാൽഡയിലുണ്ട്, ഏറ്റവും കൂടുതൽ ബിലാസ്പൂരിൽ മറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരുപാട് വേക്കൻസികൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം
നിങ്ങൾ ഈ പറയുന്ന വീഡിയോ നോക്കിയതിനു ശേഷം ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം നോക്കിയതിനു ശേഷമാണ് എന്ത് ചെയ്യുക, ഈ പോസ്റ്റുകളായിട്ടുള്ള ആയിക്കോട്ടെ സോണുകളൊക്കെ എന്ത് ചെയ്യുക തിരഞ്ഞെടുത്തുകൊണ്ട് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അതേപോലെ തന്നെ വെറുതെ നമ്മൾ ഈ പറയുന്ന പോസ്റ്റുകളും സോണുകളും മാത്രം എടുത്ത് നോക്കി പ്രിഫറൻസ് ഒക്കെ നോക്കി അപേക്ഷിച്ചു, പക്ഷെ നിങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ചത് കൊണ്ട് യാതൊരു ഗുണവുമില്ല, അല്ലേ? ഈ ഇത്രയും തയ്യാറെടുപ്പൊക്കെ എടുത്തതിന് ശേഷം പഠിക്കുന്നില്ല, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഇരുന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, അല്ലേ? നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം സമയം നമ്മൾ പോട്ടെ എന്ന് വെക്കും തോറും കൂടി വരും. അപ്പം നിങ്ങളുടെ ചാൻസ് അവിടെ കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി സെക്യൂർ ചെയ്യുന്നു അത്രയും നിങ്ങൾ എന്താണ് സേഫ് സോണിലോട്ട് പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോണുകൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരത്തിലാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്താണ് കണ്ട് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് വേണം, നിങ്ങൾ ഇത്തരത്തിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ സോണുകളൊക്കെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്താൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള സോണുകൾ എന്ത് കണ്ടെത്തുക. ഓക്കെ, സേഫ് ആയിട്ടുള്ള സോണുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സേഫ് ആയിട്ടുള്ള സോണുകൾ കണ്ടെത്താൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് എല്ലാം എന്താണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ വേക്കൻസികൾ നല്ലപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു എത്രത്തോളം ഒരു എക്സാമിനേഷൻസിന് കട്ട് ഓഫിന് ഇത്ര കട്ട് ഓഫ് ഉണ്ട്, അപ്പോൾ ഇത്ര കട്ട് ഓഫിന് എത്ര വേക്കൻസി ഉള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യണം, ഒരു സോൺ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിന് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം തന്നെ കൊടുക്കാൻ സാധിക്കും, ചെന്നൈ കൊടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? അത്യാവശ്യം ഈ പറയുന്ന കട്ട് ഓഫിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ പറയുന്ന ചെന്നൈ തിരുവനന്തപുരമൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് നല്ല പോസ്റ്റുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, മത്സരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യണം, പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും. അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ EZB അക്കാഡമി ഈ പറയുന്ന RRB NTPC 2025-26 നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന RRBയുടെ കീഴിൽ വിളിച്ചിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസിനായി, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, എല്ലാതൊരു കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്, അല്ലേ? കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും PDF നോട്ട്സുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ EZB അക്കാഡമി നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സോടെ ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാം, അവിടെ കയറിയ ശേഷം ഡൗട്ടും കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയങ്ങളിൽ തൊട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റുകളൊക്കെ എന്ത് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ.